ഹായ് മച്ചപ്പരെ, അപ്പോൾ എല്ലാവർക്കും ഒലിവ് ബ്ലോയിലേക്ക് സ്വാഗതം. നമ്മൾ നല്ലൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. മറ്റൊന്നുമല്ല, ചിക്കൻ ലോലിപോപ്പ്. അതായത് നമ്മുടെ ചിക്കനും നല്ല ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നല്ല കിടുക്കാച്ചി ഐറ്റമാണ്. അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് ഈ ചിക്കന് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് വേവിക്കണം. അതുപോലെ തന്നെ നമ്മളെ ഈ കിഴങ്ങിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ലോലിപോപ്പിന് ആവശ്യമായിട്ടുള്ള ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് കഷ്ണങ്ങളെടുത്ത് നമുക്ക് തണുക്കാൻ വയ്ക്കാം. അപ്പോൾ വെച്ചാൽ വരെ നമ്മളിത് ചിക്കന് നന്നായിട്ട് വെന്ത ചിക്കനെ നമ്മളിത് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ എത്രത്തോളം നമുക്ക് പൊടിക്കാൻ പറ്റുമോ അത്രത്തോളം പൊടിക്കുകയാണ്. ഞാൻ കൈ കൊണ്ടാണ് പൊടിക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ ഇങ്ങനെ കൈ കൊണ്ട് നമുക്ക് മാക്സിമം പൊടിക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഉരുളക്കിഴങ്ങ് ദേ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ കൂടെ ഇതിലോട്ട് പൊടിച്ച് ചേർക്കണം. അപ്പോൾ മച്ചാവരെ നമ്മളെ ഉരുളക്കിഴങ്ങ് നല്ല ചൂടാണ് കേട്ടോ. അതാണ് ഞാൻ ഇങ്ങനെ ഫോർക്ക് എടുത്തത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് കൈ കൊണ്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇത് മാത്രമല്ല നമുക്കിതിൽ ഇനിയും നമുക്ക് ഒരുപാട് ഐറ്റം ചേർക്കാനുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചു ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് സവോള ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട്, അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വെച്ചാൽ വരെ ഏറെക്കുറെ നമ്മളെ കിഴങ്ങിൻ്റെ ചൂട് കുറഞ്ഞു, നല്ല കുറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ നമുക്കിതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഐറ്റം എല്ലാം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോളാക്കി നമുക്ക് എടുക്കണം. അപ്പോൾ വെച്ചാൽ വരെ നമുക്ക് അടുത്തതിലേക്ക് മാവ് സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഒരു ബൗളെടുത്തു. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ബാക്കി നമ്മൾ വെള്ളം ചേർത്തിട്ടുണ്ട്. വെള്ളം നമ്മൾ ആ ഒരു ലാസ്റ്റത്തെ ഒരു പരുവ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം കുറേശ്ശെ വെള്ളം ഒഴിച്ചാണ് ഞാൻ ഈ കറക്റ്റ് പരുവത്തിലേക്ക് ആക്കിയെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ മുളക് പൊടിയോ മറ്റ് ഐറ്റംസൊക്കെ ചേർക്കാം. പക്ഷേ ഞാൻ മറ്റൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇത് ഏകദേശം ഞാനൊരു നല്ലൊരു പരുവത്തിലെടുത്തിട്ടുണ്ട്. അപ്പോൾ വെച്ചാൽ വരെ ഇനി നമുക്ക് അടുത്ത ആവശ്യം നമുക്ക് ഈർക്കിൽ വേണം കേട്ടോ. അതായത് നമ്മളെ ലോലിപോപ്പിൻ്റെ ആ ഒരു സ്റ്റിക്കിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനൊരു പച്ച ഇലക്കൊക്കെ എടുത്തു, നമ്മൾ ഓല ഇലക്ക എടുത്തു. അതിൻ്റെ ഈർക്കിലൊക്കെ ചെത്തി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതേ അതിനെ എല്ലാത്തിനും ഞാൻ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുഞ്ഞ് നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള ആ ഒരു കഷ്ണങ്ങളാക്കി ഞാൻ മുറിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റ് ആ ഒരു ആവശ്യത്തിനുള്ള കഷ്ണമായിട്ട് ഞാൻ ഈർക്കിലൊക്കെ ഇങ്ങനെ മുറിച്ചൊക്കെ എടുത്തു. അപ്പോൾ അങ്ങനെ ഈർക്കിലെല്ലാം നമ്മൾ സെറ്റാക്കി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചാൽ നമ്മൾ ആ ലോലിപോപ്പിൻ്റെ ബോളിലേക്ക് നമ്മളിങ്ങനെ ഓരോരോ ബോൾസിലായിട്ട് നമ്മളിങ്ങനെ ഈർക്കിൽ ഇതേപോലെ വെച്ച് കൊടുത്തു. അങ്ങനെ വെച്ചാൽ വരെ ഇനി നമ്മൾ അടുത്ത പരിപാടി നമ്മുടെ ലോലിപോപ്പ് എല്ലാം മാവിൽ മുക്കി നന്നായിട്ട് എണ്ണയിൽ നമ്മൾ പൊരിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ അടുപ്പൊക്കെ സെറ്റ് ചെയ്ത് എണ്ണയൊക്കെ നല്ല തിളച്ച് കിടക്കണം. അപ്പോൾ നമ്മുടെ ലോലിപോപ്പ് ഇതേപോലെ മാവിൽ മുക്കിയതിന് ശേഷം ഇതുപോലെ നമ്മൾ എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. മച്ചാന്മാരെ ഞാനിപ്പോൾ അതിൻ്റെ ആ സ്റ്റിക്ക് അതായത് ആ ഈർക്കിൽ പിടിച്ച് ഞാനങ്ങ് ഇട്ടുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കൈ കൊണ്ട് വേണമെങ്കിലും ആ ബോൾസ് മുക്കിയെടുത്തിടാം, അത് നിങ്ങളെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെയാണ് ഇട്ടത് കേട്ടോ. ബാക്കിയൊക്കെ ഞാൻ കൈ കൊണ്ടാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടത്. അങ്ങനെ മെച്ചാൻ വരെ നമ്മൾ ഐറ്റം ഒരു സൈഡ് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ ഇനി മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ വെച്ചാൽ വരെ നമ്മളത് ലോലിപോപ്പ് 2 സൈഡും നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്, അതായത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇനി ഇവനെ എണ്ണയിൽ നിന്ന് കോരി നമുക്കൊരു പ്രത്യേകിച്ച് ഒരു പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അടിപൊളി ഒരു പ്ലേറ്റിലേക്ക് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനെ ഒന്ന് ടേസ്റ്റ് ചെയ്യണം. അപ്പം ഞാൻ അതും പറയാം. അപ്പോൾ മച്ചാൻ വരെ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. അതായത് ചിക്കൻ ലോലിപോപ്പാണ്. അപ്പോൾ നല്ല കിടുക്കാഴ്ചയാണ് കേട്ടോ. സാധാരണ ഇത് ചെയ്യുന്നത്
ചിക്കൻ്റെ ആ എല്ലൊക്കെ വെച്ചായിരിക്കും ചെയ്യുന്നത്. പക്ഷേ നമ്മൾ നേരെ തിരിച്ചാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ മുളകും കാര്യങ്ങളൊക്കെ ചേർക്കാം. പക്ഷേ ഞാൻ മുളകോ മറ്റൊന്നും ചേർത്തിട്ടില്ല. അതായത് കുഞ്ഞു മക്കൾക്ക് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ മുളകൊന്നും ഇടാതെയാണ് വളരെ സിമ്പിളായിട്ട് നമ്മളെ വീട്ടിൽ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇനി ഒരു ഇച്ചിരി ടൊമാറ്റോ സോസ് വേണം. അപ്പം നല്ല ചൂടാണ്. അപ്പോൾ എന്തായാലും ഞാനൊരു ഇച്ചിരി ടൊമാറ്റോ സോസ് എടുക്കുകയാണ്. അപ്പോൾ നമ്മളെ സോസിൽ മുക്കി ഞാനൊന്ന് കഴിക്കുകയാണ്. മച്ചാൻ പറയാം നല്ല പുളിയായിട്ടും, അതായത് നമ്മുടെ ഉരുളക്കിഴങ്ങും ചിക്കനെല്ലാം നേരത്തെ തന്നെ ഓൾറെഡി നല്ല വെന്തതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ പൊരിച്ചൂടെടുത്തപ്പോൾ നല്ല ടേസ്റ്റ്, ടൊമാറ്റോ സോസ് ഇടായപ്പോഴത്തേക്കും അതിനെക്കാട്ടി നല്ല കിടിലൻ ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിലിതൊന്ന് ചെയ്ത് നോക്കുക. ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് അയയ്ക്കുക. അപ്പോൾ അടുത്തൊരു കിടക്കാഴ്ച വീഡിയോ കാണാം. പിന്നെ മറക്കാതെ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്തൊരു കിടക്കാഴ്ച വീഡിയോ കാണാം. ബൈ.